നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. എൻ്റെ അഡീനിയം സുന്ദരിയൊക്കെ ഉണ്ടില്ലേ, എന്താ അതിൻ്റെ പൂവ് ഉണ്ടോ? ഇനി ഇത് അതിൻ്റെ കടക്കിൽ കുറേ അഡീനിയത്തിൻ്റെ തയ്യും മുളച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നുമല്ല, വിത്ത് പാറി വന്ന് വീണ് മുളച്ചതാണ് കേട്ടോ. ഈ അഡീനിയം ഇപ്പോഴും ഈ മഴക്കാലത്തും ഇത്രയും പൂവിടാനുള്ള കാരണം അതാണ് ഞാൻ പറയുന്നത്. ഈ ചെടികളെല്ലാം മെയ് 15 വരെ ടെറസിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് ആഴ്ചയിൽ ഒരു തവണ 13, 27, 27 സ്പ്രേ ചെയ്യും. ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയണ്ട. 13, 27, 27 ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്യും. ആഴ്ചയിൽ ഒരു നന, അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് ആഴ്ചയിൽ ഒരു നന കൊടുക്കും. പിന്നെ ഈ ഏപ്രിൽ മെയ്യുടെ ഇടയിൽ 2 തവണ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതിൻ്റെ വെള്ളം 2 or 3 തവണ ഒഴിച്ചിട്ടുണ്ട്. കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഡൈലൂട്ട് ചെയ്തിട്ട് ആ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. കടലപ്പിണ്ണാക്കും ഈസ്റ്റും കൂടിയിട്ട് കുളിപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 13, 27, 27 ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള സമയം സ്പ്രേ ചെയ്തു. ഫോളിയാർ സ്പ്രേ ആണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഫോളിയാർ സ്പ്രേ കൊടുത്തു. ഇത് കൃത്യമായി ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വേനലിൽ തന്നെ 2 തവണ എല്ലുപൊടി അതിൻ്റെ സൈഡിൽ മണ്ണൊന്നും ഇളക്കാതെ സൈഡിൽ മാത്രം സ്പൂൺ കൊണ്ടൊന്ന് കീറിയിട്ട് എല്ലുപൊടി കൊടുത്തു. ഒരു ചിരട്ടയിലുള്ള അത്രയും എല്ലുപൊടി ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫറസ് വളത്തിന് വേണ്ടിയിട്ട് എല്ലുപൊടി ഞാൻ കൊടുത്തു. അപ്പോൾ ഈ വളം കൃത്യമായിട്ട്, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, പറയാതിരിക്കാൻ വയ്യാത്ത സാധനമാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റും നമ്മളവിടെ കിട്ടുന്ന അടിച്ചുവാരിയ ഇലയുടെ പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് ഉരച്ച് പൊടിച്ചതിന് ശേഷം അത് ഒരു ലെയറായിട്ട് അതിൻ്റെ മേലെ കാണാൻ കറുത്ത പൊടിയായിട്ട് നിൽക്കുന്നത്. ഇത്രയും ഇട്ട് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ നന, ആഴ്ചയിൽ ഒരു നന, ആഴ്ചയിൽ നനയ്ക്കാത്ത ദിവസങ്ങളിൽ, ഇപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മൾ നനച്ച് വെച്ചാൽ വ്യാഴാഴ്ചയൊക്കെ ആയിട്ടാണ് 13, 27, 27 സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കൃത്യമായി ഇങ്ങനെ മെയ് 15 വരെ അങ്ങനെ പോയി. മെയ് 15 കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. മെയ് 15 ആയപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല 2-3 മഴ കിട്ടി. ആ 3 മഴയും ഈ ചെടി കൊണ്ടു. അപ്പോഴാണ് നമ്മളുടെ അപകടം നമുക്ക് മനസ്സിലായത്. ഇത്രയും ചെടി, ഏകദേശം 300ഓളം വലിയ ചെടിയും അത്രത്തോളം ചെറിയ ചെടികളും ഈ ഗ്രാഫ്റ്റിംഗ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ബുദ്ധിമുട്ടാവും എന്ന് പേടിച്ചിട്ട് തന്നെ നമ്മളതെടുത്ത് നമ്മളെ UV ഷീറ്റിൻ്റെ ഷെഡിലേക്ക് മാറ്റി. UV ഷീറ്റിൻ്റെ ഷെഡിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളെ ബൾബിൻ്റെ പരിപാടി, ബൾബിൻ്റെ വീഡിയോ കണ്ടത്. ബൾബ് നമ്മളിതിന് കൊടുത്തത്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ അത് റിസൾട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഡ്രൈ ആയിരിക്കണം. അപ്പോൾ വേനലിലെ പോലെ ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലാണ് UV ഷീറ്റിലെ എൻ്റെ ഷെഡിലുള്ള ചെടികൾ. ആ ചെടികളെല്ലാം മുട്ട് വരാൻ തുടങ്ങി. അതിൽ കുറേ എണ്ണത്തിൽ ഇനിയും വിത്തുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി പൊട്ടിക്കുന്ന വിത്തുകൾ ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കുറച്ച് ആളുകൾക്ക്, ഒരു 10-20 ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള വിത്ത് ഇനി കിട്ടും. നിങ്ങൾ പറയുക, ഇപ്പോൾ ബുക്ക് ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട്. കാരണം മഴയത്ത് നിൽക്കുമ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം ഷെഡിലാണ്. കുറച്ച് ചെടികൾ പുറത്തിരിക്കുന്നത്, കുറച്ചല്ല, വലിയ ചെടികൾ. ഈ ചെടീൻ്റെ കെയർ ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ഞാൻ ഈ ചെടീനെ ട്രീറ്റ് ചെയ്തത്. പ്ലസ് നമ്മളെ ബൾബും ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു. ബൾബും ഇതിൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ ചെടിയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തു. ഇപ്പോൾ ഞാനത് ഫ്ലവറൊക്കെ അതിൻ്റെ എടുത്ത് റോഡ് സൈഡിലേക്ക് ആളുകൾ കാണാനുള്ള സ്ഥലത്തേക്ക്, ഷീറ്റിൻ്റെ അടിയിലാണ്, പക്ഷേ വെളിച്ചം കിട്ടും. ആ സ്ഥലത്തേക്ക് മഴ കൊള്ളില്ല, നല്ല കാറ്റ് വരുന്ന സമയത്ത് കാറ്റൊക്കെ കിട്ടുന്ന, വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഈ ചെടി കേട്ടോ. അപ്പോൾ ഈ ചെടിയുടെ ഗ്രാഫ്റ്റ്, ഈ ചെടിക്ക് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, KA16 എന്ന് പറഞ്ഞ നമ്പർ. അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ ഇത് വേണമെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കട്ടിങ്സ് എടുത്തിട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റിംഗ് കട്ടിങ്സ് എടുക്കാനുള്ള ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കട്ടിങ്സ് എടുത്തു. ഞാൻ ചെയ്യുന്നത് പറയാം, നമ്പർ ഇട്ട് വെക്കാത്തത് കൊണ്ട് ഏത് ശരിയാണെന്ന് അറിയില്ല. ഇഷ്ടംപോലെ സിമ്പിളായിട്ടുള്ള ഗ്രാഫ്റ്റ് ഇവിടെ 200 രൂപയുടെയൊക്കെ ഉണ്ട്. പക്ഷേ ഏത് പൂവാന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അത് ഇനി പൂവിട്ട് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഈ ചെടീൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ചെടിയുടെ ഞാൻ ട്രീറ്റ് ചെയ്ത എൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂട്ടുകാരുടെ അടുത്തേക്ക് പാസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം.